നോട്ടയുടെ ചിഹ്നം ഗുണന ചിഹ്നമാണ്. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അഭിമാനിയായ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകന് എങ്ങനെ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യാനാകും? പക്ഷേ നിങ്ങൾക്ക് സ്വന്തം പാർട്ടിയിലെ തെറ്റുകൾ തിരുത്തണ്ടേ? അവിടെയാണ് നോട്ടയുടെ പ്രസക്തി. അതിനുവേണ്ടിയാണ് നോട്ടയെ നമുക്ക് തന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നോട്ട എന്താണെന്ന് 90% വോട്ടർമാർക്കും അറിയില്ല. നോട്ടയ്ക്ക് വോട്ട് ചെയ്യൂ. സ്വന്തം പാർട്ടിയുടെ തെറ്റായ നിലപാടുകൾ നിങ്ങൾക്ക് തിരുത്തുവാനാകും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എതിർ പാർട്ടിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് ചെയ്യാതിരിക്കാനുമാകും. അഴിമതിക്കെതിരെ, അളിഞ്ഞ രാഷ്ട്രീയത്തിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാനുമാകും. നോട്ടയ്ക്ക് വോട്ട് ചെയ്യൂ. രാഷ്ട്രീയത്തിലെ അപജയങ്ങൾക്കെതിരെ പോരാടൂ. നോട്ടയ്ക്ക് ലഭിക്കുന്ന ഓരോ വോട്ടും അഴിമതിക്കാരായ പാർട്ടികൾക്കും മക്കൾ രാഷ്ട്രീയക്കാർക്കും അനേക തവണയായി മത്സരിക്കുന്ന നേതാക്കന്മാർക്കുമുള്ള ചുട്ട മറുപടിയാണ്. പൗരബോധവും ജനാധിപത്യബോധവും ആത്മാഭിമാനവുമുള്ള വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് ആയുധമാണ് നോട്ട. നിങ്ങളുടെ വാർഡിലെ ജനസംഖ്യ 1000 ആണെങ്കിൽ അവരിൽ 20 പേർ മാത്രമാണ് സർക്കാർ ജോലിയിലുള്ളവർ എന്ന സത്യം തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ? അവർക്ക് അമിതമായ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ വാർഡിലെ മുഴുവൻ ജനങ്ങളും നൽകുന്ന നികുതി ചെലവഴിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നത് ഈ നാട്ടിലെ MLA-മാരും നീതിപീഠവും ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളുമാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, കക്ഷി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും മാറ്റിവെക്കൂ. പൗരബോധവും ജനാധിപത്യബോധവും വിവേകവുമുള്ള ഒരു പൗരനായി മാറൂ. നോട്ടയ്ക്ക് വോട്ട് ചെയ്യൂ. സ്വന്തം പാർട്ടിയെ നേരായ വഴിയിലൂടെ നടത്തൂ. ഈ പോക്ക് പോയാൽ ഇനി വരുന്ന തലമുറയ്ക്കല്ല, ഈ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനാകില്ല. മയക്കുമരുന്നിന്റെയും സ്ത്രീ പീഡനത്തിന്റെയും പുരുഷ പീഡനത്തിന്റെയും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പീഡനത്തിന്റെയും പിടിയിൽ നിന്നും നമുക്ക് നമ്മെ രക്ഷിക്കാനായി നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം. നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ഏകദേശം 2 ലക്ഷം രൂപയാണ് ഇതുവരെ ഭരിച്ച സർക്കാരുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതായത് 5 പേരുള്ള ഒരു കുടുംബത്തിന്റെ പേരിൽ ഇതുവരെയുള്ള ഭരണകൂടങ്ങൾ വാങ്ങിയ കടം 10 ലക്ഷം രൂപയാണ്. ഇത്തരം ഭരണകൂടങ്ങൾക്കെതിരായി നമുക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാം. അതിനായി ഇത്തവണ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം. നോട്ട വോട്ടിംഗ് മെഷീനിലെ അവസാന ബട്ടനാണ്. ഗുണന ചിഹ്നമാണ് നോട്ടയുടെ ചിഹ്നം. ഇക്കാര്യം എല്ലാ വോട്ടർമാരോടും പറഞ്ഞു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നോട്ടയെ എതിർക്കുന്നവർ രാഷ്ട്രീയ അടിമകളാണ്. ഇത്തവണ നോട്ടയ്ക്ക്